ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഭഗവാൻ ശ്രീരാമസന്നിധിയിലേക്ക് ഭരതന്റെ യാത്രയാണ്. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനോദിച്ചു. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിരുന്നു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിരുന്നു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാം രാജീവനേത്രനെ കാണുവാൻ നടന്നിരുന്നു. താപസചേട്ടൻ വസിഷ്ഠനും ഭക്തിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമിയിലിർന്നു പൊങ്ങിയിരും പൊടികളും വ്യോമന ചെന്നു പരന്നു ചമഞ്ഞിരും. രാഘവാലോകനാനന്ദ വിവശരാം ലോകചരഞ്ഞില്ല മാർഗഖേദങ്ങളും. സിംഹിവേരാഗ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാധരേ ചെന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടും ഇങ്ങാഗതനായതു കേട്ടു ഗുഹന്തതാം. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകീരാതെ. അന്തിയെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിരുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരു വിവരി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. സജ്ജനങ്ങളെ വിധം പ്രശംസിച്ചുകൊണ്ടിരിക്കെ തന്നെ സൂര്യോദയമായി. സുമന്ത്രയുടെ നിയോഗമനുസരിച്ച് ശത്രുഘ്നോടൊപ്പം സൈന്യം ശ്രീരാമദേവനെ കാണാൻ പുറപ്പെട്ടു. കൗസല്യ തുടങ്ങിയ രാജഭക്തിമാർ ശ്രീരാമദർശനത്തിനായി ഔത്സുക്യത്തോടെ യാത്ര തുടങ്ങി. വസിഷ്ഠ മഹർഷിയും അരുന്ധതി ദേവിയും മഹർഷിമാരോടൊപ്പം നീങ്ങി. എല്ലാ പേരും ചേർന്ന് സഞ്ചരിച്ചപ്പോൾ ഭൂമിയിലെ പൊടി പൊങ്ങി മാനത്ത് പരന്നു. ശ്രീരാമനെ കാണാനുള്ള ഉത്സാഹത്താൽ ആർക്കും യാത്രാക്ഷീണമുണ്ടായില്ല. ശൃംഗിവേരപുരത്തിലെത്തിയ പട ഗംഗാതീരത്തു ചെന്നു നിന്നു. ഭരതൻ പടകുട്ടി വരുന്ന വിവരം കേട്ടറിഞ്ഞ ഗുഹൻ സംശയാലുവായി ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആയുധങ്ങളേന്തിക്കൊണ്ട് തോണികൾ കെട്ടിയിട്ട് തയ്യാറായി നിൽക്കണം. ഞാൻ അങ്ങോട്ട് പോയി കണ്ടിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. അടുത്തു ചെന്ന് വഴങ്ങുമ്പോൾ തന്നെ അവന്റെ ഉള്ളിലിരിപ്പറിയാമല്ലോ. ശ്രീരാമനോട് വിരോധത്തോടെ ആണെങ്കിൽ ഇവരാരും ഇനി എങ്ങോട്ടും പോകരുത്. ശുദ്ധമനസ്സോട് വന്നവരാണെങ്കിലോ വഴിക്ക് തടസ്സം കൂടാതെ കടത്തിവിടണം. ഇത്തരം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിരിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം താനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തതാം. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താം പ്രണാമവും ചെയ്തു വരദനും അന്നേരം. ഉത്ഥാപ്യ ഗാഠമാലിന്യ ജഗുനാഥഭക്തം വയസ്യാമനാമയമാക്യവും ഉക്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരക്തം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബരബോധനാകിയ രാഘവൻ തെപ്പി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കുമതോർക്കതി. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതില്ലൊരു സംശയം മത്സരിയും. സോദരനോടും ജനകാത്മജയോടും ഏതോരിടത്തു നിന്നമ്പോടു കണ്ടിരു. രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുടങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിധം മുതാം കാട്ടിത്തരികെന്നു കേട്ടു ഗുഹന്തതാം. മാറ്റമില്ലാതൊരു സന്തോഷചേതസാം ഭക്തൻ ഭരതനത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ.
യത്ര സുപ്തോ നിജി രാഘവൻ സീതയാം തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാശ്രിതം സീതയാം കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ഗുഹൻ പോയി ഭരതന്റെ കാൽക്കൽ നമസ്കരിച്ചു. വലിയ ഉപഹാരങ്ങൾ കാണിക്കയായി അർപ്പിച്ചു തൊഴുതു നിന്നു. മരപുരിയും ജലയും ധരിച്ച് നിരന്തരം ശ്രീരാമനാമം ജപിക്കുന്ന ഭരതശത്രുഘ്നന്മാരെ കണ്ട് ഗുഹനാണ് ഞാൻ എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ഭരതൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാർവോടണച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ഭരതൻ പറഞ്ഞു, നീ ശ്രേഷ്ഠപുരുഷന്മാരുടെ ശിരോഭൂഷണമാണ് ഗുഹ. എന്തെന്നാൽ ലോകനാഥനായ ശ്രീരാമചന്ദ്രൻ നിന്നെ ആശ്രയിച്ചുവല്ലോ. മഹാലക്ഷ്മിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ വിഭാഗ്യം ലഭിക്കുമോ? കൂട്ടുകാരാ, ഈ ലോകത്തിൽ നീ ധന്യനാണ്. സീതാദേവിയോടും സഹോദരനോടും കൂടി അദ്ദേഹത്തെ നീ എവിടെ വെച്ചാണ് കണ്ടത്? അദ്ദേഹം നിന്നോട് എന്തു പറഞ്ഞു? നീ രാമനോട് എന്തു പറഞ്ഞു? രഘുരാമൻ സീതയോടൊക്കെ എവിടെയാണ് ഉറങ്ങിയത്? ആ സ്ഥലം എനിക്ക് കാട്ടിത്തരൂ. ഗുഹന് സന്തോഷമായി. ഭരതൻ ശ്രീരാമഭക്തരിൽ അത്യുത്തമനാണെന്ന് ബോധ്യം വന്നു. ശ്രീരാമൻ സീതയോട് തുടങ്ങിയ സ്ഥലത്ത് ചെന്നിട്ട് ഗുഹൻ പറഞ്ഞു, ഈ ദർഭവിരിപ്പ് കണ്ടോ? ഇവിടെയാണ് രാമദേവൻ സീതയോടൊത്ത് ശയിച്ചത്. കണ്ടു ഭരതനും മുക്തമാട്ടോദകം തൊണ്ട വിലച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണ തൽപസ്ഥലേ കോമളസിദ്ധതവളാംബരാശ്രിതേ രാമേണ ശ്വേതേ മഹാസുഖം സാ കഥം ശ്വേതേ കുശമയ വിട്ടലേ നിട്ടുലേ ഗേരേന സീതാമലീയാഗ്രമജന്മകർജന്മനാം മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു വിദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈയേകിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം സുസ്ഥിരിയായ ദീപാഭിയാമെന്നെയും ധിക്കരിച്ചീരിനേൻ പിന്നെയും ജന്മസാഫല്യവും വന്നിതനൂജനും നിർമ്മലമാനസൻ ഭാഗ്യമാണ് ഇത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രംഭനത്തിന് പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ അരൂഢമധ്യ പൂണ്ടേറ്റാനും തഥാം നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മധ്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലൂ നീ എന്നോടെ വിനയമസതി കൗസല്യാതനേനിവിടേക്ക് വൈകാതെ ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോലുവൻ എന്നതു കേട്ടു ഗുഹനോട് ചെയ്താൻ. ഭരതന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൊണ്ടയിലറിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, സുകുമാരി ജാനകി മാളിക മൂലിലെ സ്വർണ്ണക്കട്ടിയിൽ മാർദ്ധവും വിനുസവുമുള്ള വെള്ളപ്പട്ടു വിരിച്ച കിടക്കയിൽ രാമനോടൊത്ത് സുഖമായി ശയിച്ചിരുന്ന സീത ഈ പരുപരുത്ത ഗർഭവിരപ്പിൽ എന്റെ ജ്യേഷ്ഠനോടൊത്ത് ദുഃഖത്തോടെ ഇങ്ങനെ ശയിക്കും. എല്ലാം എന്റെ കുറ്റം കൊണ്ടാണെന്ന് കരുതി ഞാൻ ഈ ശരീരം ഉടനെ ഉപേക്ഷിക്കുന്നുണ്ട്. മഹാഭാവിയായി കയ്യേയുടെ ഗർഭത്തിൽ പിറന്നതുകൊണ്ട് ഭാവിയായി ഞാൻ ഏറ്റവും നിന്ദ്യരാകുന്നു. ജ്യേഷ്ഠനെ നിരന്തരം പരിചരിച്ചുകൊണ്ട് വനത്തിലേക്ക് അനുഗമിക്കാൻ കഴിഞ്ഞ അനുജൻ മഹാഭാഗ്യവാൻ തന്നെ. അവന്റെ ജന്മം സഫലമായി. ശ്രീരാമദാസന്മാരുടെ ദാസന്മാർക്ക് കൂടി ദാസനായി ഞാനും അദ്ദേഹത്തെ ഭക്തിപൂർവം നിത്യവും സേവിക്കുന്നുണ്ട്. അതുകൊണ്ട് ജന്മസാഫല്യം നേടാനാവും. ശ്രീരാമചന്ദ്രൻ ഇവിടെ വസിക്കുന്നുവെന്ന് നീ വേഗം എന്നോട് പറയൂ. ഞാൻ ഉടനെ അവിടെ പോയി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. മംഗളദേവതാവല്ലവണ്ടങ്കലിൽ ഇന്നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നകലേ വസിക്കും നിരൂസീതയാ തന്നോട് സോദരനോടും യഥാസുഖം. ഇതം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തൂമമർത്യാതടീനീയേ സത്വരം കർത്തുമുദ്യോഗം സമർച്ചോ ഭവാധ്യനീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരൻ ഗത്വാ വിഭുരനദിയെ കടത്തുവാൻ വൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ചതാകുലദേശം നിറച്ചീരിനാൻ 500 തോണി വരുത്തി ജലത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതിയിലേറ്റം വലിയൊരു തോണിയിൽ ജയന്ത്രുതാം ശത്രുഘ്നനോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാം രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാനിയാം കൈയേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രതീശഭക്തിമാൻ മറ്റുള്ളവരെയും
ഭക്യാ തൊഴുകരേച്ചി മന്ത്രം തുഴഞ്ഞസ്തബീജാം കടച്ചീടിനാനാദനാൽ ഗുഹൻ. ലക്ഷ്മീപതിയായ ശ്രീരാമചന്ദ്രനിൽ ഈ വിധമുത്തിലുള്ള ദൃഢഭക്തി ഉണ്ടായാലും അങ്ങ് പുണ്യവാരന്മാരിൽ വെച്ച് ഉത്തമനാണെന്ന് പറഞ്ഞു. നിശ്ചയം എന്നാൽ പറയാം. ഗംഗാനദി കടന്നാൽ വളരെ അടുത്തായി ചിത്രകൂട പർവ്വതമുണ്ട്. അതിനടുത്ത് സീതയോടും ലക്ഷ്മണനോടും കൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സസുഖം പാടുന്നു. ഭരതൻ പറഞ്ഞു, പ്രിയമിത്രമേ, നമുക്ക് വേഗം ഇവിടെ പോകാം. ഗംഗാനദി തരണം ചെയ്യാൻ ഉടനെ തന്നെ വേണ്ടതൊക്കെ തയ്യാറാക്കിക്കൊള്ളൂ. ഭരതന്റെ വാക്കുകേട്ട് ഗുഹൻ പോയി. ഗംഗാനദി കടത്തുവാൻ വിസ്താരമുള്ളതും വലിയ തുഴയുള്ളതുമായ 500 തോണികളും വേണ്ടത്ര ബുദ്ധിജനങ്ങളെയും ഉടനെ തന്നെ കരയ്ക്കടുത്തായി നിരത്തി നിർത്തി. ഊറ്റമേറിയ ഒരു തുഴയെടുത്തുകൊണ്ടൊരു വലിയ തോണിയിൽ കയറിയ ഗുഹൻ ഭരതശത്രുഘ്നന്മാരെയും മുനിശ്രേഷ്ഠനായ വസിഷ്ഠനെയും കൗസല്യ, കൈകേയി, സുമിത്ര മുതലായ രാജഭക്തിമാരെയും ആദരപൂർവം കയറ്റി ഭയമില്ലാതെ മറുകരയിലെത്തിച്ചു. തടിയെ കുമ്പിത്തനാകുനം മുമ്പേ നടന്നിരു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജാവസേന്ദ്രാശ്രമം വ്യാഘ്രകോ വൃന്ദപൂർണം വിനോദം വിനാം സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂര നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണീം സാനന്ദമാവീശ നിന്നോദനന്തരം ഉജ്ജലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ധൃത്വാനനാമാസാഷ്ടാംഗം സസോദരം പുത്രപത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥാനന്തരം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. കഷ്ടവാചാ കുശലപ്പചനവും ചെയ്തു. ദൃഷ്ട്വാ തഥാ ജടാവൽക്കലാധാരിണം ചുട്ടികലർന്നരുൾ ചെയ്താനിതിനെന്തടോ കട്ടമീക്കോപ്പുപന്നമല്ലൊട്ടുമേയും രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീയെന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താമസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാദേ വന്നതോ ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിച്ഛം മുനിവരൻ തന്നോട് ചൊല്ലിനാൾ. ദേവഗംഗയെ വന്ദിച്ചുകൊണ്ട് മഹാസൈന്യം മുന്നോട്ട് പോയി. കടവുകളും പശുക്കളും സ്നേഹത്തോടെ സഹവസിക്കുന്ന ഭരദ്വാജാശ്രമം കണ്ടിട്ട് ഭരതൻ സൈന്യത്തെ അകലെ നിർത്തി. ശത്രുഘ്നനോടൊത്ത് ആശ്രമം മുറ്റത്തെത്തിയ ഭരതൻ ഉജ്ജ്വല തേജസ്സോടെ ഇരിക്കുന്ന മഹർഷിയെ കണ്ട് സാഷ്ടാംഗം ഭക്തിപൂർവം നമസ്കരിച്ചു. ദശരഥപുത്രനായ രാജകുമാരനാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയ മുനി യഥോചിതം അതിഥി പൂജ നടത്തി. ജടാവൽക്കലങ്ങൾ അണിഞ്ഞ രാജകുമാരനോട് മഹർഷി കുശലപ്രശ്നങ്ങൾക്കു ശേഷം സന്തോഷത്തോടെ ചോദിച്ചു, ഈ വേഷം ഒട്ടും ചേരുന്നില്ലല്ലോ ഭരത. രാജ്യഭരണകാര്യങ്ങളിൽ കൂടി നാനാജനങ്ങൾക്കും ആദരണീയനായ നീ ജടാവൽക്കലങ്ങൾ അണിഞ്ഞ താമസവേഷം ധരിക്കാൻ എന്തേ കാരണം? ഈ വനത്തിൽ വൻപടയെ കൂട്ടിക്കൊണ്ടുവന്നതെന്തിനെ പറയൂ? നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തോരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ പ്രബോധിതേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനിരുന്നുള്ളുവാൻ മൂലവും കേകയപുത്രിയാമമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ ശുദ്ധനോ ഞാനതിരിപ്പാദപത്മം പ്രണാമം ദയാനിതേ. ശ്രീരാമചന്ദ്രനു പുത്രനായി തത്പാദവാരീജായുഗ്മം ഭജിക്കുന്നീ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ശരണാന്തിയെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനാം ചേട്ടനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം കേട്ടു മുനി ഭരതവാക്യം മുനി മംഗളാത്മാനമേവം ഉണർന്നേടിനാൻ. ചുംബിച്ചു മുദ്ദനി സന്തോഷിച്ചരുളിനാൻ. കിംബഗുണാവത്സാവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതും മാനസേ ശോകമുണ്ടാകലാ കേൾക്കതി. ദർപ്പണനേക്കാൾ നിനക്കേറുമേ ഭക്തിലക്ഷ്മീപതിയായ രാമങ്കല്യം. ഇന്നിനി സത്കരിച്ചീരുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ.
എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിൽ നില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചര്യ രമ്യാം തമാം രമ്യമുനീന്ദ്രനുമേകാഗ്ര മാനസനായ ദീവിദ്രുതം ഹോമഗേഹസ്തവനാചാരവും ചെയ്തിരു കാമസുരഭിയെ തൽക്ഷണേ ഗ്രാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിരു ദേവകളായി ചമഞ്ഞൂടരുക്കളും ദേവവനിതമാരായി രഥകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം ഭക്തപക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും മുക്തിപ്രസാദനം മറ്റു ബഹുവിധം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജകേശങ്ങളും എത്ര മനോഹരം സ്വർണരത്നപ്രാതനിർമ്മിതമൊക്കമേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിരു മുമ്പിനാൽ പശ്ചാത്ത സൈന്യം ഭരതം സസോദരമിച്ചാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ രമരാവതി സന്നിവേം ഉത്ഥാനവും ചെയ്തുടച്ചീരേമങ്ങൾ കൃത്വാ ഭരദ്വാജവാദങ്ങൾ കൂപ്പിനാൻ താപസൻ തന്നോട് നിശ്ചയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരക്കിഞ്ചിതന്തിയേ മിത്രമായോരൂഹനും സുമന്ത്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാം മന്ദമാരാഞ്ഞു നാനാഥഭോജനമണ്ഡലേ. ഭരതൻ പറഞ്ഞു, മകട്ടെ, അങ്ങയുടെ ദൃഷ്ടിക്ക് വിഷയമല്ലാത്ത ഏത് അഞ്ചു കാര്യമാണ് ഈ ലോകത്തിലുള്ളത്. എങ്കിലും ഞാൻ സത്യം തുറന്നു പറയാം. എൻ്റെ ദുഃഖമകരാൻ അനുഗ്രഹിക്കണമേ. താപോനിരേ രാമാഭിഷേകത്തിന് വിഘ്നമുണ്ടാകാൻ രാമവാസങ്ങൾ സത്യമായും ഞാൻ കാരണമായിട്ടില്ല. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. രാമദേവൻ വനത്തിലേക്ക് എഴുന്നള്ളാൻ കാരണവും ഞാനല്ല. കയ്യേകിയും ഇരവാക്കാവുന്ന വിഷത്തിന്റെ വേഗമാണ് ഇതിനൊക്കെ കാരണമായത്. ദയാതിരേ, ഞാൻ അശുദ്ധനോ ശുദ്ധനോ എന്ന് നിർണ്ണയിക്കേണ്ടത് അവിടുന്ന് തന്നെയാണ്. ശ്രീരാമദേവന്റെയും ഭക്തനായ വാതകമരങ്ങളെയും ഭജിക്കുകയല്ലാതെ മറ്റു സുഖഭോഗങ്ങൾ നേടിയിട്ട് എനിക്ക് എന്തു പ്രയോജനം? അതല്ലാതെ ഒരാഗ്രഹവും എനിക്കില്ല. ശ്രീരാമദേവന്റെ പാദങ്ങളിൽ സകല സംഭാരങ്ങളും സമർപ്പിച്ച് നമസ്കരിക്കണം. പൗരന്മാരോടും വസിഷ്ഠമകടിയോടും ഒത്ത് ശ്രീരാമന് രാജാഭിഷേകം നടത്തി രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തെ സേവിക്കും. ഇത് കേട്ട് ഭരദ്വാജമുനി വരതരെയും ആറോടനച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ടു പറഞ്ഞു, കുഞ്ഞേ, എന്തിനേറെ പറയുന്നു? ഞാനെല്ലാം ധ്യാനദൃഷ്ടി കൊണ്ട് കണ്ടിരിക്കുന്നു. നീ ദുഃഖിക്കേണ്ട. ലക്ഷ്മീപതിയായ രാമന്റെ നേർക്ക് ലക്ഷ്മണനേക്കാൾ ഭക്തിയുള്ളവനാണ് നീ. സൈനികരോടൊത്ത് നിന്നെ ഞാൻ ഇന്ന് സൽക്കരിക്കുന്നുണ്ട്. അത്താഴം കഴിച്ച് ഇവിടെ സ്വസ്ഥമായി ഉറങ്ങിയിട്ട് നാളെ രാവിലെ ശ്രീരാമനെ കണ്ടു വണങ്ങാം. എല്ലാം അവിടുന്ന് അരുളി ചെയ്തതുപോലെ ആകാം. എനിക്ക് വൈമുഖ്യമില്ല എന്ന് ഭരതൻ പറഞ്ഞു. മകട്ടി ദേഹശുദ്ധി വരുത്തി ആചമനം നടത്തി ഹോമശാലയിലെത്തി ധ്യാനത്തിൽ മുഴുകി കാമധേനുവിനെ ധ്യാനിച്ചു. പെട്ടെന്ന് ആ വനപ്രദേശം ദേവലോകം വഴിയായി. വൃക്ഷങ്ങൾ ദേവന്മാരായും ലതകൾ ദേവാംഗന്മാരായും മാറി. പാകം ചെയ്ത അന്നവും കറിയും മറ്റു ഭക്ഷണപദാർത്ഥങ്ങളും ഭക്ഷണശാലകളും പടയണിക്കുള്ള പാളയങ്ങളും കൊട്ടാരക്കെട്ടുകളുമെല്ലാം അവിടെ നിരന്നു കണ്ടു. സ്വർണമയങ്ങളും രക്തഖചിതവുമായ രാജമന്ദിരങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ 1000 നാവുള്ള അനന്തന് പോലും പ്രയാസമാകും. ശാസ്ത്രവിധി അനുസരിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് ആദ്യമായി വസിഷ്ഠനെ സൽക്കരിച്ചു. പിന്നീട് ഭരതചതുരന്മാരെയും സൈനികരെയും വേണ്ട വിധം പൂജിച്ചു. സത്കാരം സ്വീകരിച്ചവരെല്ലാം അമരാവതി സജ്ജമായ മുനിമന്ദിരത്തിൽ സുഖമായി ഉറങ്ങി. അതിരാവിലെ എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് വന്ന് ഭരതൻ ഭരദ്വാജ മുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മഹർഷിയോട് വിടവാങ്ങിയിട്ട് പുറപ്പെട്ട രാജകുമാരന്മാർ ചിത്രകൂട പർവ്വതത്തിലെത്തിയിട്ട് അല്പം അകലെയായി സൈന്യത്തെ പാർപ്പിച്ചു. ഭരതരാജകുമാരൻ ശത്രുഘ്നോടും ഗുഹനോടും സുമന്ത്രരോടും കൂടി ശ്രീരാമദർശനത്തുള്ള അതിയായ ആഗ്രഹത്തോടെ പല താമസ ഗ്രാമങ്ങളിലും അന്വേഷിച്ചു. ഓരോ താമസനോടും തൊഴുതുകൊണ്ട് ആദരവോടെ ചോദിച്ചു, ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി എവിടെ പാർക്കുന്നു? കാണാൻ ഓരോരോ മുനിവരന്മാരോട് തൊഴുതു ചോദിച്ചു. മധ്യാദരം ഉത്തരമാടുന്നു. രഘുത്തമനത്ര സൗന്ദര്യോടും മഹീപുത്രിയോടും മുതാം. ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരൻ താമസകുമാരന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരേ സരിതസ്ഥലേ ചിത്രകൂടാധിതൻ ഭാഷേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന് നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പാപരാധന പുല്ലാപൂർണവല്ലീതരൂഷരും സത്പരാമണീയഗാനനമണ്ഡലേ.
ആമ്രാകദളി ബാകുള പരസങ്ങളാമ്രാത കാർജൂനനാഗമുന്നാഗങ്ങൾ കേരഭൂകങ്ങളും കോവിതാരങ്ങളും മേരമണ്ഡ ചമ്പക ശോകജാലങ്ങളും മാലതി ജാതി പ്രമുഖാലതാവലി ജാതികളായ തമാരസാരങ്ങളും ഭൃംഗാദിനാനാഭിഹംഗനാഥങ്ങളും തുങ്കമാധംഗമുജംഗപ്രബന്ധ പുരങ്കാദിനാനാമൃഗപ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസഞ്ജവൽക്കരാരാകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്യാവണഹീനാൻ. ഭാഗ്യവാനായ ഭരതനു നേരം മാർഗരജതിജമതിയുഗാനായി വന്നു സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായ ശോഭനം പാവനം അങ്കുശാബ്ജാധ്വജാവ്രജാം വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്രനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടീരിനാൻ. ധന്യോഹമിന്യോഹ മുന്നമ്മയാകൃതം പുണ്യപുരം ബലം ശ്രീരാമപാദപാത്മാജിതം ഭൂതലമാരാലിനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപ്പാദപാം ചുക്കൾ അന്വേഷണം ചെയ്തുടരുന്നിരേറ്റവും വേദാവും ഈശനും ദേവകാദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോത്തത്ഭുതാം പ്രേമരതാം സിദ്ധനായ ആനന്ദവാത്മാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധവും ചെന്നു നിന്നോട് നേരത്തു കാണായിതോ. താപസന്മാർ ഭരതനോട് മറുപടി പറഞ്ഞു. ഗംഗാനദിയുടെ വടക്കേ കരയിൽ ചിത്രകൂട പർവ്വതത്തിന്റെ പാർശ്വത്തിലുള്ള ആശ്രമത്തിൽ രാമചന്ദ്രൻ വസിക്കുന്നുണ്ട്. അതനുസരിച്ച് ഭരതനും കൂട്ടരും അങ്ങോട്ടും അവിടെ അത്ഭുതകരമായ രാമാശ്രമം അവർ കണ്ടെത്തി. പ്രകൃതിരമണീയമായ ചുറ്റുപാടിൽ ജന്മവൈരം മറന്ന് വിഹരിക്കുന്നതും മൃഗസമൂഹവും വന്നവരുടെ മനസ്സിനെ ആകർഷിച്ചു. ഉച്ചാഗ്രഹങ്ങൾ തൂക്കിയിട്ട മരപുരികളോടുകൂടി ആശ്രമോപദേശം കണ്ട് ഭക്തിയോടെ ഭരതൻ വണങ്ങി. വരിയിലെ പൊടിമണ്ണിൽ സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും കാൽപ്പാടുകൾ പതിയിരിക്കുന്നത് ഭരതൻ കണ്ടു. ഭക്തിപരവശനായ ഭരതൻ ആ പൊടിയിൽ വീണു കിടന്നുരുണ്ടും കരഞ്ഞും പാദസ്പർശം കൊണ്ടും വിഭിത്രമായ മണലുമാരി ശിരത്തിലണിഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞു. ഞാനിന്ന് ധന്യനായി കൃതാജ്ഞനായി. പണ്ട് ഞാൻ എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടത് കൊണ്ടാണല്ലോ ആ പാദപത്മങ്ങൾ പതിഞ്ഞ ഭൂതലം കാണാൻ എനിക്ക് അവസരമുണ്ടായത്. ബ്രഹ്മദേവനും ശ്രീപരമേശ്വരനും ദേവസമൂഹവും വേദങ്ങളും നാരദാദിമകട്ടിമാരുമെല്ലാം നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പാദമാംസുക്കൾ കണ്ടെത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അത്ഭുതകരമായ പ്രേമരഥത്തിൽ മുങ്ങിയ മനസ്സോടെ ആനന്ദവാട്പം ഒഴുകുന്ന വിളികളോടെ മെല്ലെ മെല്ലെ ഭരതൻ ആശ്രമ സമീപത്തെത്തിയപ്പോൾ മിന്നൽ കൊടിയോടൊത്ത് ചേർന്ന കാർമുകിൽ പോലെ സീതാദേവിയോടൊത്ത് വിരോധിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കണ്ടെത്തി. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദിരമിന്ദ്രാദിവൃന്ദാരകാവൃന്ദവന്ദിത മിഞ്ചിരാമന്ദിരോരത്തരമിന്ദ്രാവരാജാമിന്ദീവനലോചനം ദുർവാദളാനിപശ്യാമളം കോമളം പൂർവജം നീലാനളിനാഥലേഷണം രാമം ജടാമകുടം വരാൽക്കലാംബരം സോമബിംബാംബ പ്രസന്നവക്താംബുജം ഉദ്യരുണാരുണായുധശോഭിതം വിദ്യുത്സമാകിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വട്ടത്തെ ശ്രീവത്സലർപ്പണാമഭിയം ശ്രീലക്ഷ്മീനിവാസം ജഗന്മയാമച്യുതം ലക്ഷ്മണസേവിതപാദഭംഗോർഭംഗേതുകം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം രക്ഷാരിസേവിതം വക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷോ വിചക്ഷണം ചതുശ്രവണ പരപ്രഭര പല്യവും ഗൗഗം ഉച്ചിതാനേകപത്മജാഡംബരം കാരുണ്യപൂർണം ദശരഥാനന്ദനാമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്ക് വീണു നമസ്കരിച്ചിടിനാൻ വാരാമനവനെയും ശത്രുഘ്നെയും ആദാമോദാലെടുത്തു നിവർത്തിച്ച സംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യനം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാണോദകം ദീർഘകാലം പാർത്തു സോദരന്മാരെയും ഉത്സംഗജീവനെ ചേർത്തു പുനരവി വത്സങ്ങളോ മനച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ള സൗമിത്രിയും സത്സമയേ വരദാംഗിക കൂട്ടിനാൽ
ശത്രുഘ്നനും മതീകരന്നു സൗമിത്രിതൻ പാദാഭുജങ്ങൾ കൂപ്പീടിനാൻ. ഉഗ്രതൃഷ്ണാർത്ഥന്മാരായ പശൂരമഗ്രേ ജലാശയം കണ്ടപോലെ സദാ വേഗേന സന്നിധവും ചെന്നാശു കണ്ടിരു രാഘവൻ തൻ തിരുമേനി മനോജതം. യോജനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗശല്യം പുത്രനും ആത്മധാരാഭിഷേകം ചെയ്തു. ഗാഠമാശിഷ്യ ശിരസി മുകർന്നുടൻ ഉടമൂലം മോദം മുലയും ചുരന്നു. തഥാ അന്യമാരായുള്ള മാതൃജനങ്ങളും പിന്നെ നമസ്കരിച്ചിരിനാരാധരാൽ. ഭഗവാനെ ദർശിച്ച മാത്രയിൽ വരദൻ ഭക്തിയും പ്രേമവും ദുഃഖവും അടക്കാനാവാതെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രദർശനമാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗാഠമായി ആശേഷിച്ചവർ പരസ്പരം ദൃഢശ്വാസങ്ങൾ ഏറ്റുവാങ്ങി വളരെ നേരം നേത്രങ്ങളിൽ നിന്ന് കണ്ണിനെ വാർത്തുകൊണ്ട് നോക്കി പറഞ്ഞു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സഹോദരന്മാരെ മാറി മാറി മടിയിൽ പിടിച്ചിരുത്തി. ലക്ഷ്മണൻ ഭരതന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശത്രുഘ്നൻ ഭരതപൂർവ്വം ലക്ഷ്മണന്റെ പാദങ്ങളിൽ തൊട്ടു വണങ്ങി. കടുത്ത ദാഹത്താൽ വിവശനായ പശുക്കൾ ജലാശയം കണ്ടെന്ന പോലെ ദശരഭക്തിമാർ വേഗം അടുത്തിയെന്ന മനക്കണ്ണിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന രാമന്റെ തിരുമേനി നോക്കിക്കണ്ടു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൗസല്യാ മാതാവിനെ ശ്രീരാമചന്ദ്രൻ പാദസ്പർശം ചെയ്തു വന്ദിച്ചു. ദുഃഖാതുരനായ കൗസല്യപുത്രനെ മാറുകൊണ്ടു ആത്മാഭിഷേകം ചെയ്തു. ശിരസിൽ ചുംബിച്ചു. അത്യാനന്ദാധിക്യത്തോടെ അമ്മയുടെ മുരചിരുന്നു. മറ്റു മാതാക്കളെയും രാമൻ നമസ്കരിച്ചു. ലക്ഷ്മണൻ താനും ഒന്നും വണങ്ങിനാൽ നീലമയായ ജാനകീലന്റെയും ഗാഠമാതിരിച്ച കൗസല്യാദികൾ സമാരൂഢഗേതം തുടച്ചീനിനാൽ കണ്ണുനീർ തത്രമാഗതം ദൃഷ്ട്വാ ഗുരുവലം ഭക്യാമതിച്ചം സഷ്ടാംഗമമാരുടൻ നത്വാരുകൂത്തവനാശു ചൊല്ലീരിനാനത്രയും ഭാഗ്യമാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ മാനസേ ചേതമുണ്ടോ പുനരെന്നേക്ക് പിരികയാൻ എന്തോന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിരുവാനെന്നു സൗമിത്രിയും കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിച്ചനും ധീമതം ചേട്ടാം സാധുവോ ചന്തമാശുകൻ നിന്നെ പിരിഞ്ഞു തന്നെ നിരൂപിച്ചു. മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുപകരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിയണി ദേവപോയേന സുഖിച്ചുള്ള ദുഷ്ടനായി കർണശൂരാപം ഗുരുവചനം പ്രമാകർണ്യ രഘുവരൻ വീനിതൂപിയിൽ തക്ഷണം ഉച്ചയിൽ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോട് ജനങ്ങളും ദുഃഖമാരോഗ്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ ഭാവിച്ചു കരഞ്ഞു തുടങ്ങിനാൻ. ഹാതാതാമാം പരിത്യജ വിധിവചാരേ ദുരിക്കുന്ന പോയിതയ്യോ ഭവൻ ഹരോഹമാനാഥോസ്മി നാമിനി സ്നേഹേനം ജാളിപദാരനുമാതരം ദേഹമിനി ത്യജിച്ചീരുന്നതുകൊണ്ട് ഞാൻ മോഹമെനിക്ക് ജീവിക്കൽ സീതയും സീതയും സൗമിത്രിതാനും ഔവർണമേ ദോഷനം ചെയ്തു വീടിനാൻ മൂലലേ തന്നശായാപതിച്ച രോഗികൾ കേട്ടവർ ഉത്താപം ഒത്തു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതര മുതലക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹേതം കുതി സത്പരമുദ്യാകർമ്മ നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരെണ്ണം താൻ ഭുജിക്കുന്നതു മധുസാധരം നൽകൂ പിതൃക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതോട്ടതി വേദേന പിണ്ടദാനാനന്തരം തഥാം സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാനന്തരം പ്രാപിച്ചിടാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചീരിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചിട്ടു സന്ധിയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചീരിനാൻ. അതേവിധം തന്നെ ലക്ഷ്മണനും മാതാക്കളെ വണങ്ങി. രാജമാതാക്കൾ സീതയെ മുറുകെ പുറന്നു കണ്ണീർ തുടച്ചു. ഒരു ഗുരുവായ വസിഷ്ഠൻ വന്നിട്ടുണ്ടെന്ന് കണ്ട് ശ്രീരാമൻ ഭക്തിയോടെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ ഭാഗ്യവാനായി. അച്ഛന് സുഖമല്ലേ? എന്നെ പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിന് വിഷമമുണ്ടോ എന്ന് പറയുവാൻ അദ്ദേഹം എന്നോട് പറയുവാൻ അദ്ദേഹം എന്തു പറഞ്ഞു വിട്ടു. ലക്ഷ്മണൻ എന്തു പറയാൻ കൽപ്പിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, മാതാവിൻ്റെ കഥ കേട്ടുകൊള്ളൂ. നിന്നെ പിരിഞ്ഞ കാര്യം തന്നെ ചിന്തിച്ച് വീണ്ടും വീണ്ടും ദുഃഖിച്ച് രാമ രാമ സീതേ കുമാര ലക്ഷ്മണ രാമ എന്നിങ്ങനെ പുലമ്പിക്കൊണ്ട് സർവലോകം മുഖേന രാജാമ സ്വർഗസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷനായി കഴിയുന്നു എന്നറിയാം. കർണശൂരമായ ഗുരുവാക്യം കേട്ട് ശ്രീരാമൻ മോഹാലിച്ചപ്പെട്ട് ഭൂമിയിൽ വീണു. ലക്ഷ്മണനും മാതൃജനങ്ങളും മറ്റുള്ളവരും വാവിട്ട് നിലവിളിച്ചു, വച്ചാ എന്നെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? എന്നെ നിത്യവും സ്നേഹത്തോടെ ലാളിക്കാൻ ഇനി ആരുണ്ട്? എനിക്ക് ജീവിക്കാൻ മോഹമില്ല. ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട്. സീതയും ലക്ഷ്മണനും ഇതേപട്ടിൽ ലളിച്ചു വീണ് കരഞ്ഞു വസിച്ച മകറ്റീരെ സാന്ത്വനമാക്കുകൾ കേട്ട് അവരുടെ ദുഃഖം ശാന്തമായി. ഗംഗാ നദിയിൽ ഇറങ്ങി കുളിച്ച് രാമലക്ഷ്മണന്മാർ ഉദർക്രിയ ചെയ്തു. തേനിൽ കുഴച്ച
ഓടപ്പിന്നാക്ക് കൊണ്ടുള്ള പിണ്ടം സമർപ്പിച്ചു. അവരവർ ഭക്ഷിക്കുന്ന വന്നം തന്നെ പിണ്ടമായി പിതൃക്കൾക്ക് സമർപ്പിക്കണമെന്നാണ് വേദങ്ങളും സ്മൃതികളും വിധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിണ്ട സമർപ്പണത്തിന് ശേഷം കുടി കഴിഞ്ഞ് പുണ്യാഗം നടത്തി വീണ്ടും കുളിച്ചിട്ട് ആശ്രമത്തിലെത്തി അവരെല്ലാം ആ ദിവസം ഉപവാസം അനുഷ്ഠിച്ചു. അടുത്ത പുലരിയിൽ ഗംഗാസ്നാനം കഴിഞ്ഞ് എല്ലാവരും ആശ്രമത്തിൽ വന്നെത്തി. ഇനി ഭരത ജാതവ സംവാദമാണ് അടുത്ത പ്രാവശ്യം. ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നാരായണ.